മോളെ, ഇതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാ. കലാവധി കാരണമാ നിങ്ങളുടെ അച്ഛൻ വഴിതെറ്റി പോയത് തന്നെ. പറക്കമുറ്റാത്ത നിങ്ങളെ ഒരു ദയയും കൂടാതെ തെരുവിലേക്ക് ഇറക്കി വിട്ടതുപോലും ഈ കലാവധിയുടെ ബുദ്ധിയായിരുന്നു. അതൊക്കെ അവള് ചന്ദ്രേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഇനിയും ചന്ദ്രേട്ടന്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സമയമുണ്ട്. മക്കളെ, നിങ്ങൾ വിചാരിച്ചാൽ അത് സാധിക്കും. എന്നെയും കൊണ്ട് കൂട്ടിയാലേ കൂടുന്നതിനൊരു പരിധിയുണ്ട്. ഞാൻ എന്റെ പരമാവധി ശ്രമിക്കുകയും ചെയ്യും. ചന്ദ്രേട്ടനെ അന്വേഷിച്ച് ഞാൻ കലാവതിയുടെ വീട്ടിൽ പോയിരുന്നു. ആ വട്ടം മഹേന്ദ്രൻ എന്നെ അകത്തേക്ക് പോലും കയറ്റിയില്ല. ആരാധ്യയുടെ കൈ തല്ലിയൊടിച്ച ദുഷ്ടനാ ഞങ്ങളുടെ അച്ഛൻ. അത് കാരണം അവക്ക് നഷ്ടപ്പെട്ടത് അവളുടെ ജീവിതമാ. ഒരച്ഛന് മകളോട് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാ അയാൾ അവളോട് ചെയ്തത്. അന്ന് നടന്നത് എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ആ സത്യാവസ്ഥ ചന്ദ്രേട്ടന്റെ നാവിൽ നിന്ന് നമുക്ക് കേൾക്കണം. ശേ, സ്വന്തം മകളോട് ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പെരുമാറുന്ന ആളൊന്നും അല്ല നിങ്ങളുടെ അച്ഛൻ. ഒന്നും അല്ലെങ്കിലും ചന്ദ്രേട്ടൻ എന്റെ കൂടപ്പിറപ്പല്ലേ. കലാവതിയുടെ കൂടെ കൂടി ഇത്തിരി കുരുട്ടുബുദ്ധിയും കൊള്ളരുതായ്മയും കൈവശം ആക്കിയെന്നുള്ളത് മാത്രമാ ചന്ദ്രേട്ടന് സംഭവിച്ച ദുരന്തം. സത്യത്തില് നിങ്ങളുടെ അച്ഛനൊരു പാവമാ. അപ്പച്ചി വെറുതെ ആങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട. എത്ര വലിയ രക്തബന്ധം പറഞ്ഞാലും അയാൾ ആരാധ്യയോട് കാണിച്ചത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാ. അതിനാ മനുഷ്യൻ അനുഭവിച്ചേ പറ്റൂ. അല്ല എനക്കെ, അപ്പച്ചി പറഞ്ഞാലും കാര്യമുണ്ട്. വാസ്തവത്തിൽ നടന്നെന്താന്ന് അച്ഛന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം. അതുവരെ ആവശ്യമില്ലാത്ത ഒന്നും നമ്മൾ സംസാരിക്കണ്ട. അച്ഛനെക്കുറിച്ച് എനിക്കും ചില ആശങ്കകളൊക്കെ ഉണ്ട്. എന്റെ ഈ തിരക്കുകൾക്കിടയിൽ അച്ഛനെ അന്വേഷിക്കാതിരുന്നത് എന്റെ വലിയ പിഴവാ. എന്തായാലും ഞാനത് തിരുത്താൻ തീരുമാനിച്ചു. എന്റെ അച്ഛനെ അന്വേഷിക്കണമെന്ന് തന്നെയാ എന്റെ തീരുമാനം. ആഹാ, കൊള്ളാലോ. ഇങ്ങനെ സുഖിച്ച് മൊബൈലിൽ ഗെയിം കളിച്ചിരിക്കാനാണോ നീ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് ലീവ് എടുത്ത് വന്നത്? ഞാൻ ഇനി 2 ആഴ്ച കഴിഞ്ഞേ പോകുന്നുള്ളൂ. 2 ആഴ്ചയോ? ആ, അമ്മമ്മയുടെ മരണാനന്തര കർമ്മങ്ങളും സഞ്ജയനും പുലകുളിയും അടിയന്തരമൊക്കെ കഴിയുമ്പോ ഏകദേശം 2 ആഴ്ച ആവില്ലേ? ദേ, വെറുതെ കുഞ്ഞു കളിക്കരുത്. മര്യാദയ്ക്ക് നാളെ തന്നെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പൊക്കോണം. നിനക്കിത് എന്തിന്റെ കേടാ? ഞാനൊരു 2 ആഴ്ച റെസ്റ്റ് എടുക്കട്ടേന്ന്. അത്രയ്ക്ക് കട്ടിയാ ട്രെയിനിങ്. മനുഷ്യനൊരു വിശ്രമമൊക്കെ വേണ്ടേ? ട്രെയിനിങ് കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിയിട്ട് നീ ഇഷ്ടം പോലെ വിശ്രമിച്ചോ. ഓ പിന്നെ, വിശ്രമിക്കാൻ പറ്റിയ ജോലിയല്ലേ കിട്ടുന്നേ. ചേച്ചി, ഈ മടിച്ച് 2 ആഴ്ചത്തെ ലീവ് എടുക്കാൻ പോവാണെന്ന്. ആണോടി? ആ, ഞാൻ ഇനി എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഇത്രയും ലോങ് ലീവ് എടുത്താൽ അത് പ്രശ്നമാവില്ലേ? അങ്ങനെ ചോദിക്കാൻ ചേച്ചി. ലീവ് എടുത്തതിന്റെ പേരിൽ ജോലിയൊന്നും നഷ്ടപ്പെടില്ല. ഇപ്പൊ തന്നെ നീ ഒരുപാട് ലീവ് എടുത്തു. അത്രയും മണിക്കൂറുകൾ കൂടുതൽ ട്രെയിനിങ്ങിൽ നീ പങ്കെടുക്കേണ്ടി വരും. അങ്ങനെ ട്രെയിനിങ് വൈകിയാലേ നിന്റെ അപ്പോയിന്റ്മെന്റും വൈകും. ആദ്യം ജോയിൻ ചെയ്തതിന്റെ പേരില് രാഷ്ട്രപതിയുടെ മെഡലൊന്നും കിട്ടില്ലല്ലോ. നിന്റെ കൂടെ കയറുന്നവരുടെ പിന്നിലായി പോവും നീ. നിന്റെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടു പോവും. അതെന്താ മനസ്സിലാക്കാത്തെ? ദേ, നാളെ തന്നെ തിരിച്ചു പൊക്കോണം. നിങ്ങൾ എന്തൊക്കെ ബഹളം വെച്ചാലും ഞാൻ എൻഗേജ്മെന്റ് കഴിയാതെ തിരിച്ചു പോവില്ല. വെറുതെ നിർബന്ധിക്കണ്ട. എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. അയ്യോ, റാണി മാഡം ആണല്ലോ. ഇവരെന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നത്? ഇന്ന് 10 മണിക്ക് അമ്മമ്മയുടെ ഫ്യൂണറലാണെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. എന്തായാലും ഇവരുടെ കോളിപ്പം ഞാൻ എടുക്കുന്നില്ല. എടുത്ത ഏണിയാ. അഡ്രസ് ഇത് തന്നെയല്ലേ? അതെ മാഡം.
മരണവീടിന്റെ ആംബിയൻസ് ഒന്നും കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ ചടങ്ങുകൾ കഴിഞ്ഞാണോ? ഇന്ന് രാവിലെ 10:30 എന്നോട് പറഞ്ഞത്. ഇപ്പൊ മണി 10:30 ആയല്ലോ. അതെ. എന്തായാലും ഞാനൊന്ന് കേറി നോക്കാം. ശരി മാഡം. ഇതെന്താ രാവിലെ തന്നെ കസ്റ്റമേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയോ? അറിയില്ല. നമസ്കാരം. ഊണൊരു 11:30 ആയിട്ടേ ആവൂ. പോയിട്ട് ആ സമയത്ത് വന്നാ മതി. ഞാൻ ആഹാരം കഴിക്കാൻ വന്നതല്ല. പിന്നെ ദൈവമേ, റാണി മാഡം. ഞാൻ റാണി, തൃശൂർ പോലീസ് ട്രെയിനിങ് അക്കാദമിയിലെ ട്രെയിനറാ. മാഡം ആയിരുന്നോ? ക്ഷമിക്കണം, എനിക്ക് ആളെ മനസ്സിലായില്ലായിരുന്നു. മാഡത്തിന്റെ കാര്യം എപ്പോഴും അവള് പറയും. ഞാനൊന്ന് നേരിട്ട് വന്ന് മാഡത്തെ കാണാനും ഇരിക്കായിരുന്നു. എന്താടി വല്ല എണിക്കേസോ ആണോ? ഇത് മുട്ടം പണിയാ ചേച്ചി. റാണി മാഡം ഇവിടെ വന്ന് കയറുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. മാഡത്തിന്റെ വിവരങ്ങളൊക്കെ ആതിര പറഞ്ഞറിഞ്ഞു. അനുശോചനം അറിയിക്കാൻ ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് വരാനും ഇരിക്കായിരുന്നു. അനുശോചനം ഞാനല്ലേ അറിയിക്കാൻ. അതിനുവേണ്ടിയാ ഞാൻ വന്നത്. ദൈവമേ, റീത്ത്. ഓരോ നുണ പറയുമ്പോ ഓർക്കണമായിരുന്നു. ഈ റീത്ത് മിക്കവാറും ഇന്ന് എന്റെ നെഞ്ചത്ത് തന്നെ വെക്കേണ്ടി വരും. ഞാനിപ്പൊ ചെന്നില്ലെങ്കിൽ എല്ലാം കൊളവോ. അയ്യോ, മാഡം പോന്നു. ചേച്ചി, ഇതാ ഞങ്ങളുടെ റാണി മാഡം. ചടങ്ങുകള് 10:30 പറഞ്ഞത്. അമ്മൂമ്മയുടെ ഫ്യൂണറല് കഴിഞ്ഞു. ഫ്യൂണറൽ കഴിഞ്ഞോ? മാഡത്തിന്റെ അമ്മൂമ്മയുടെ ഫ്യൂണറലിന്റെ കാര്യമാണോ നീ പറഞ്ഞത്? ഇതാകെ മൊത്തം കൊഴിഞ്ഞല്ലോ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നിങ്ങളുടെ അമ്മൂമ്മയുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനാ ഞാൻ വന്നത്. അത് മാഡം, പിന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായി. അത് കാരണം ചടങ്ങുകൾ നേരത്തെ നടത്തേണ്ടി വന്നു. നിങ്ങൾ ആരുടെ കാര്യമായി പറയുന്നത്? അമ്മുമ്മയുടെ. ഏതമ്മൂമ്മ? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? നിങ്ങളുടെ അമ്മൂമ്മ കഴിഞ്ഞ ദിവസം മരിച്ചു പോയില്ലേ? അതിന്റെ പേരിൽ ലീവ് എടുത്തല്ലേ ആതിര ഇങ്ങോട്ട് വന്നത്. ആതിരെ, ഇതെന്താണ് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ? മാഡം എന്നോട് ക്ഷമിക്കണം. എൻ്റെ അമ്മൂമ്മ മരിച്ചു എന്ന് പറഞ്ഞത് സത്യമോ? പക്ഷെ അത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. എനിക്ക് ലീവ് കിട്ടാൻ വേണ്ടി. You cheat! പണ്ട് മരിച്ച അമ്മൂമ്മ വീണ്ടും മരിച്ചു എന്ന് പറഞ്ഞാണോ നീ പോലീസുകാരെ പറ്റിക്കുന്നേ? അത്രയ്ക്ക് എമർജൻസി ആയതുകൊണ്ടാ ഞാൻ ഇന്നലെ രാത്രി എന്റെ കാറിൽ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവിട്ടത്. നിന്നെ പോലെ ഞാനും അരിയാഹാരം തന്നെയാ കഴിക്കുന്നേ. ആതിര ചെയ്തത് വലിയ തെറ്റ് തന്നെയാ. പക്ഷെ അതിന്റെ പേരിൽ മാഡം അവളെ തല്ലിയത് ശരിയായില്ല. സ്റ്റുഡൻസ് ഒരു തെറ്റ് ചെയ്താ അവരെ പറഞ്ഞു മനസ്സിലാക്കി തിരുത്തുക വേണ്ടത്, അല്ലാതെ പോലീസ് മുറിയിൽ തല്ലല്ല. എന്റെ അനിയത്തെ തല്ലാൻ നിങ്ങൾക്ക് എന്താ അധികാരം? കഴിഞ്ഞ കുറെ കാലമായി നിങ്ങൾ ട്രെയിനിങ് ക്യാമ്പിൽ ഇവളെ ടോർച്ചർ ചെയ്യുന്ന കാര്യം ഞങ്ങൾക്കറിയാം. ഒരു ഗുരുനാഥ എന്ന പരിഗണന വെച്ച് മാത്രമാ ഞാൻ നിങ്ങൾക്കെതിരെ മേലധികാരികൾക്ക് കംപ്ലൈന്റ് കൊടുക്കാത്തത്. ഇവളിപ്പൊ കാണിച്ച ഈ കള്ളത്തരം മാത്രം മതി ഇവളെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ.
നീ ഇനി പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ കാലുകുത്തില്ല. നിന്നെ പോലത്തെ കള്ളികളെ കേരള പോലീസിന് വേണ്ട. നീ ട്രെയിനിങ് പൂർത്തിയാക്കി പോലീസിൽ ചേരുന്നത് എനിക്കൊന്ന് കാണണം. എടി, നീ ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരമാവോ? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? നിങ്ങൾ എല്ലാരും കൂടി എന്നെ വിട്ടിയാക്കാണോ? ക്ഷമിക്കാൻ പറ്റാത്ത വലിയ തെറ്റാതിര നീ ചെയ്തത്. എന്റെ അനിയത്തിമാരൊക്കെ ഇങ്ങനെ കള്ളം പറഞ്ഞ് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പോലീസ് ട്രെയിനിങ് ക്യാമ്പ് നിങ്ങൾ കരുതുന്ന പോലെ ഒന്നുമല്ല. ഇത്തിരി പ്രയാസോ. എന്റെ കഷ്ടപ്പാടുകള് ഞാൻ നിങ്ങളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ദയവേത് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്. ഇനി ട്രെയിനിങ് ക്യാമ്പിലേക്ക് ഞാനില്ല. ഞാൻ മറ്റെന്തെങ്കിലും ജോലിക്ക് കയറിക്കോളാം. നീ കള്ളം പറഞ്ഞ് ട്രെയിനിങ്ങിൽ നിന്ന് മുങ്ങിയതാണെന്ന് അവര് PSCക്ക് റിപ്പോർട്ട് ചെയ്താ ആജീവനാന്തം നിനക്ക് മറ്റൊരു PSC ടെസ്റ്റ് എഴുതാൻ പറ്റില്ല. എനിക്ക് സർക്കാർ ജോലിയൊന്നും വേണ്ട. ഞാൻ നമ്മുടെ ഹോട്ടലില് ഒരു സപ്ലയറായി ജോലി ചെയ്ത് ജീവിച്ചോളാം. അതിനുവേണ്ടിയല്ല ഞാനിങ്ങനെ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത്. നിനക്ക് താല്പര്യമില്ലെങ്കിൽ അത് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. മെഡിക്കൽ സർട്ടിഫിക്കറ്റോ മറ്റോ കൊടുത്ത് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഭാവിയിൽ ഒരു PSC ടെസ്റ്റ് എഴുതാനുള്ള സാധ്യത അവശേഷിക്കുമായിരുന്നു. അമൃതേശ്, ഇതൊരു വലിയ വിഷയമാക്കണ്ട. നമുക്ക് ഈ പ്രശ്നം ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഭംഗിയായി പരിഹരിക്കാം. എങ്ങനെ? അതായത്, ഞാനാണ് പോലീസ് ഓഫീസർ ആവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. ഇവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്ത് ആ റാണി മാഡത്തെ വശത്താക്കിയേനെ. എന്നിട്ട് ഈ ട്രെയിനിങ് പൂർത്തിയാക്കി നല്ല ഒന്നാം തരം ഗോൾഡ് മെഡലോട് കൂടി SC ആയി പുറത്തിറങ്ങിയേനെ. പക്ഷേ ഇവളെ ആദരിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. അല്ല, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. നിന്റെ മിസ്റ്റേക്ക് അല്ല ഞാൻ പറയുന്നേ. നീ എന്താന്ന് വെച്ച കാര്യം തുറന്നു പറ. അതായത്, എന്റെ കയ്യിലെ പ്ലാസ്റ്റർ നാളെ ഊരുമല്ലോ. അങ്ങനെ പ്ലാസ്റ്റർ ഊരി കഴിഞ്ഞാ എന്നെ ഇവളെയും പെട്ടെന്ന് തിരിച്ചറിയോ? ഇല്ലല്ലോ. നാളെ പ്ലാസ്റ്റർ അഴിച്ചു കഴിഞ്ഞ് മറ്റന്നാ രാവിലെ ഇവളാണെന്ന് പറഞ്ഞ് ഞാൻ പോയി ട്രെയിനിങ് പൂർത്തിയാക്കാം. ചേച്ചി എന്തു പറയുന്നു? എന്റെ അനിയത്തിമാരൊക്കെ എങ്ങനെ ഇത്ര വലിയ ക്രിമിനലുകളായി? നീ ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞതുണ്ടല്ലോ, ആൾമാറാട്ടോ. ആൾമാറാട്ടത്തിന്റെ ശിക്ഷ എന്താണെന്നറിയാമോ? ഇത്രയും വലിയൊരു ക്രിമിനൽ മൈൻഡ് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഞാനല്ലേ നിങ്ങളെ വളർത്തിയത്. എന്റെ വളർത്തുദോഷാണോ നിങ്ങൾ എങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്? നിങ്ങൾ വഴക്കുണ്ടാക്കുന്ന സമയത്തെ ഞാൻ പോയി പഞ്ചരത്നത്തിന്റെ പ്രമാണം അടിച്ചു മാറ്റട്ടെ. ആതിര ഇളയതാ. അവളുടെ കുഞ്ഞു ബുദ്ധി കാരണം അവൾ എന്തെങ്കിലും തെറ്റ് കാണിച്ചാ നിങ്ങൾ എന്തിനാ അതിന് കൂട്ടു നിൽക്കുന്നേ?
ഹാ, എന്നിട്ട് അതിനൊരുത്തി കണ്ടുപിടിച്ച പരിഹാരം ആൾമാറാട്ടം. എനിക്കിനി അങ്ങ് ചത്താ മതി എന്നാ തോന്നുന്നു ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ. അതെ, ഇത് തന്നെ സാധനം. എന്തായാലും ആരും കാണാതെ എടുക്കാൻ പറ്റി. ഇത് വെച്ച് ഞാൻ കലാവതിയുടെ കയ്യിൽ നിന്നും മിനിമം 10 ലക്ഷം രൂപയെങ്കിലും വാങ്ങും. ഈ നാശത്തിനപ്പുറത്ത് എവിടെയെങ്കിലും പോയിരുന്നു മോയിക്കൂടെ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. ഞാൻ കാരണം അമൃതേച്ചി ഇങ്ങനെ സങ്കടപ്പെടരുത്. ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം ഞാൻ മാപ്പ് പറയാം. എനിക്കൊന്നും കേൾക്കണ്ട. എന്നെ ഇത്തിരി നേരം ഒറ്റയ്ക്കിരിക്കാൻ സമ്മതിക്കോ? ഇവറ്റകളെ മുമ്പിൽ ഞാൻ പെട്ടെന്നാ തോന്നുന്നേ. എന്തായാലും തനിച്ചിരുന്ന് സങ്കടപ്പെടാൻ അമൃതേച്ചി ഞങ്ങൾ സമ്മതിക്കില്ല. അമൃതേച്ചി, ചേച്ചി, ചേച്ചി, അമൃതേച്ചി പറയുന്ന കേൾക്ക്. രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാനിപ്പോ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തേനെ. അമൃതേച്ചി വന്നേ, പറയട്ടെ. വീണ്ടും വരുന്നു. ചേച്ചി, ചേച്ചി പറയുന്നേ. അങ്ങനെ ഇപ്പൊ ചേച്ചി ഒറ്റയ്ക്ക് പോരുന്ന സങ്കടപ്പെടേണ്ട. ഞങ്ങൾക്ക് അമൃതേച്ചിയോട് സംസാരിക്കാനുണ്ട്. നിങ്ങൾ എന്റെ കണ്ണി പൊടിയിട്ടോണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ ചെയ്ത തെറ്റിന് പരിഹാരം പറയേ. അമൃതേച്ചി ആദ്യം സമാധാനമായിട്ടൊന്ന് ഇവിടെ വന്ന് ഇരിക്കുക. വന്നേ, വാ ഇരിക്ക. ഞാനൊന്ന് ബാത്റൂമിൽ പോയി മുഖം കഴുകട്ടെ. വേണ്ട, ബാത്റൂമിൽ കയറിയാ ചേച്ചി അവിടെ നിന്ന് കൂടുതൽ കരയും. അതുകൊണ്ട് ഇപ്പൊ മുഖം കഴുകണ്ട. ഇന്നൊന്ന് കരയാൻ പോലും നിങ്ങൾ സമ്മതിക്കില്ല. അമൃതേച്ചി ആവശ്യത്തിൽ കൂടുതൽ സങ്കടപ്പെട്ട് കഴിഞ്ഞു. ഇനിയും സങ്കടപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അമൃതേച്ചി, ഞങ്ങളും കുറ്റക്കാരാ. ഇവളെ ചെയ്ത തെറ്റിന് ഞങ്ങളും കൂട്ടുനിന്നു. ഞങ്ങൾ ചെയ്ത തെറ്റിന് അമൃതേച്ചി ഞങ്ങളോട് ക്ഷമിക്കാൻ ഞങ്ങൾ എന്ത് പ്രായശ്ചിത്താ ചെയ്യണ്ടേ? അത് പറയേണ്ടത് ദൈവള. എല്ലാ തെറ്റും ചെയ്തത് ഞാനാ. ആരാധ്യം ചേച്ചിമാരും അതിന് കൂട്ടുനിന്നത് ശരിയാ. അതുകൊണ്ട് തെറ്റെന്റേതല്ലാതാവുന്നില്ല. ഞാനിനി ഒരിക്കലും തെറ്റായി ഒന്നും ചിന്തിക്കില്ല. എന്റെ ചേച്ചിയാണ് സത്യം. ട്രെയിനിങ് ക്യാമ്പിൽ ചെന്ന് റാണി മാഡത്തോട് മാപ്പ് പറഞ്ഞ് ഞാൻ ട്രെയിനിങ് പൂർത്തിയാക്കും. ഇനി എന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള വീഴ്ചകളും ഉണ്ടാവില്ല. എന്റെ ചേച്ചിയാണ് സത്യം.
നീ മാപ്പ് പറഞ്ഞ റാണി മാഡം അത് അംഗീകരിക്കുന്ന എന്താ ഉറപ്പ്? ആ സ്ത്രീ അത്രയ്ക്ക് സങ്കടപ്പെട്ട ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നീ കാരണം താൻ കബളിപ്പിക്കപ്പെട്ടു എന്നൊരു ഫീൽ അവർക്കുണ്ട്. അത് മാറാത്തടത്തോളം കാലം റാണി മാഡം ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ നിന്നെ അനുവദിക്കുന്നു തോന്നില്ല. ചെയ്തു പോയ തെറ്റിന്റെ ആഴം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമൃതേച്ചി. ഞാൻ റാണി മാഡത്തിന്റെ കാല് പിടിച്ച് കരഞ്ഞ് മാപ്പ് പറയാം. എന്നാലെങ്കിലും എന്നെ തിരിച്ച് ട്രെയിനിങ്ങിൽ എടുക്കുമല്ലോ. നമുക്ക് എല്ലാവർക്കും കൂടി പോയി ആ മാഡത്തിനോട് സമസ്താപരാധം പറഞ്ഞ് അവരുടെ കാല് പിടിക്കാം. അതെ, എന്തായാലും അവരൊരു മനുഷ്യ സ്ത്രീയല്ലേ, അവരുടെ മനസ്സ് കല്ലൊന്നും അല്ലല്ലോ. നമുക്ക് പോയി മാപ്പ് പറഞ്ഞു നോക്കാം. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.